നമ്മൾ ഈ മാസവടം ബെടയും മീയാൻ ചോട്ടയും അതൊക്കെ പക്ക വേസ്റ്റ്. കാരണം ചുമ്മാ സെലിബ്രേറ്റ് കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ വന്നാ ഫാസിലിന്റെ എന്താ പറയാ അഴിഞ്ഞാട്ടം. എനിക്ക് മെയിനായിട്ടും ഫൈറ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫൈറ്റിന്റെ ഒരാളാണ്. നല്ല പടം, നല്ല ആവേശത്തിൽ സൂപ്പർ പടം, കിടുക്കാച്ച്, എല്ലാവരും ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം, നല്ല എൻജോയ്. രണ്ടാമത്തെ തവണ കണ്ടിട്ട് എല്ലാവരും അടിപൊളി. ചുമ്മാ സെലിബ്രേറ്റ് കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ വന്നാ അടിപൊളി പടം. ഗംഭീര പടം. അതിന്റെ എന്താ അഴിഞ്ഞാട്ടം എന്ന് വെച്ചാൽ അറുമാതിച്ച് കളഞ്ഞു. അതായത് കഥയുണ്ടോയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, പക്ഷേ ഉഗ്രം പ്രസന്റേഷൻ ഇങ്ങനെ വേണം. ഇപ്പം നമ്മൾ ഈ മാസവടം ബെടയും മീയാൻ ചോട്ടയും അതൊക്കെ പക്ക വേസ്റ്റ്. കാരണം ഹിന്ദിക്കാരൊക്കെ കണ്ടുപിടിക്കണം മലയാളി സംവിധായകരെ. കാരണം നല്ല ഒന്നാം തരം റെഫറൻസ് ആയി പടം. അടിപൊളി പടം, നല്ല മൂവിയായിരുന്നു. ഫാസ്റ്റിന് കുറേ നാൾക്ക് ശേഷം വന്നൊരു മൂവിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. ആൻഡ് ആ 3 പിള്ളേരാണെങ്കിൽ അഭിനയിച്ചൊരു നല്ല കാസ്റ്റ് ആയിരുന്നു. ആൻഡ് സ്റ്റോറി എനിക്ക് അറിയായിരുന്നു. കാരണം ഇൻസ്റ്റഗ്രാമിലും റീൽസിലൊക്കെ കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല അഭിനയമായിരുന്നു. നല്ല കാസ്റ്റിംഗ് ആണ്. ഡയറക്ഷൻ കൊള്ളായിരുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. രോമാഞ്ചം കണ്ടായിരുന്നു. അതായിട്ട് പറയാൻ പറ്റും. രണ്ടും ഡിഫറെൻറ്റ് ജോൺറേസ് ആണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ജോൺറേസിൽ ബെസ്റ്റായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അത് നല്ല റോൾസ് ആയിരുന്നു അവരുടെ എന്ന് പറയുമ്പോൾ. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ പെർഫോമൻസ്. നമ്മൾ ആദ്യം മീൻസ് അമ്പ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ രോമാഞ്ചത്തിൽ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ്. അതെ. അപ്പം ഇതിനകത്ത് നല്ല രസം ഉണ്ടായിരുന്നു. കോമഡി ആയിരുന്നു. ലൈക്ക് ഇപ്പം അടിപ്പടം എന്ന് നമ്മൾ സോ കോൾഡ് അടിപ്പടം എന്ന് പറയുമ്പോൾ എല്ലാം, ബട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മൂവി. ഉറപ്പായിട്ടും. കാരണം ഇപ്പം എല്ലാം ഇപ്പം ഇറങ്ങുന്നതും ഒരുമാതിരി സാഡ് ആയിട്ടുള്ള എൻഡിങ്ങോ എന്തെങ്കിലും. അപ്പം ഇതാകുമ്പോൾ ഫുൾ ഓൺ നമുക്ക് ഫണ്ണും എലമെന്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അതെ. ഫാസിലിന്റെ എന്താ പറയുക അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല എല്ലാം കൊണ്ടും രോമാഞ്ചം പോലെ അതിനെക്കാട്ടിയും ഒരു പക്ഷെ മുകളിൽ ഒരുപടി മുന്നില്ല. ഇല്ല അമ്പാൻ ഒരു രക്ഷയില്ല. മറ്റേ അതെ രോമാഞ്ചത്തിലെ പോലെയാണ്. പിന്നെ മറ്റേ കൂടെയുള്ള 3 പയ്യന്മാരും എല്ലാവരും അടിപൊളിയാണ്. സൂപ്പറായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പാപ്പ പൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. എനിക്ക് മെയിനായിട്ടും ഫൈറ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫൈറ്റിന്റെ ഒരാളാണ്. അല്ല, പുള്ളിയുടെ ക്യാരക്ടർ വെച്ചിട്ട് പൊളിയായിരുന്നു. ഇല്ല, പുള്ളിയെ കൊണ്ട് മാത്രമേ. നല്ല സിനിമയായിരുന്നു. പിന്നെ ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ കൊച്ചു പിള്ളേർക്കാണ് കൂടുതൽ നമ്മളെ പോലെ ഉള്ളവർക്ക് കണ്ടോണ്ടിരിക്കുക. നൈസ് മൂവിയായിരുന്നു. നന്നായിരുന്നു. ഫൈറ്റ് സീൻസ് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫഹദിന്റെ ആക്ടിങ്ങും എല്ലാം പൊളിയായിരുന്നു. എല്ലാം നല്ല പൊളിയായിരുന്നു. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. തുടക്കം മുതൽ അവസാനം വരെ ഫുൾ ത്രില്ലായിരുന്നു. എൻജോയ് നല്ല അടിപൊളി എന്റർടൈൻമെന്റ്.